let E be an extension field of a field f, and let alpha element of E, let phi alpha from f of x to E be a evaluation homomorphism of f of x into E such that phi alpha of A equal to A for A element of f, and phi alpha of x equal to alpha. Then alpha is transcendental over f if and only if phi alpha gives an isomorphism of f of x with a subdomain of E. That is, if and only if phi alpha is one-to-one map. Okay, അപ്പോൾ എന്തൊക്കെയാണ് പറഞ്ഞിട്ടുള്ളതെന്ന് നോക്കാം. ആദ്യം എന്നുള്ള കാര്യം എന്താ? E എന്ന് പറയുന്നത് എഫിൻ്റെ ഒരു എക്സ്റ്റൻഷൻ ആണ് അല്ലേ? എന്നിട്ടുള്ള പ്രകാരം എഫ് എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇ ആണ് തന്നിട്ടുണ്ട് അല്ലേ? ഓക്കെ, ഇനി അതായത് എഫ് എന്ന് പറയുന്നത് ഇയുടെ ഒരു സബ് ഫീൽഡാണ് തന്നിട്ടുണ്ട്. ഇനി ആൽഫ എലമെന്റ് ഓഫ് ഇ എടുത്തിട്ടുണ്ട്. ഇവാലുവേഷൻ ഹോമോമോർഫിസം മാപ്പ് ഡിഫൈൻ ചെയ്തിട്ട് ഏതാ മാപ്പിംഗ്? phi alpha ഫ്രം എവിടെ നിന്ന് എവിടേക്കാ? എഫ് ഓഫ് എക്സിൽ നിന്ന് ഇയിലോട്ടാണ് മാപ്പ് ചെയ്തിരിക്കുന്നത്. എങ്ങനെ ഇവാലുവേഷൻ ഹോമോമോർഫിസം നമുക്ക് അറിയാം. എന്താ? phi alpha ഓഫ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് ആൽഫയാണ് ഇവാലുവേഷൻ ഹോമോമോർഫിസത്തിന്റെ മാപ്പിംഗ് അല്ലേ? ഇനി അങ്ങനെയാണെങ്കിൽ വിത്ത് ഈ മാപ്പിംഗ് ചെയ്യുമ്പോൾ എന്തുകൂടി ഉണ്ടാവുക? ഈ എടുക്കുന്ന എഫ് ഓഫ് എക്സ് എഫിലെ കോൺസ്റ്റന്റ് ടേം ആണെങ്കിൽ, അതായത് phi alpha ഓഫ് എ ഈക്വൽ ടു എ for every a element of f. എന്ന് വെച്ചാൽ എഫിലെ കോൺസ്റ്റന്റ് ടേമിനെ എവിടേക്കാണ് കൊണ്ടുപോകും? സെയിം കോൺസ്റ്റന്റ് ടേമിലോട്ട് തന്നെ കൊണ്ടുപോകും. ഒപ്പം എന്തുകൊണ്ട് അറിയാം? phi alpha ഓഫ് എക്സ് ഈക്വൽ എന്താ വരിക? phi alpha ഓഫ് എക്സ് എങ്ങോട്ട് പോകും? എക്സിനെ എന്ത് റീപ്ലേസ് ചെയ്യുക? ആൽഫ റീപ്ലേസ് ചെയ്യാണ് ഈ മാപ്പിൽ ചെയ്യുന്നത് അല്ലേ? അതുകൊണ്ടാണ് phi alpha ഓഫ് എഫ് ഓഫ് എക്സ് എന്തായി മാറുന്നത്? എഫ് ഓഫ് ആൽഫയായി മാറുന്നത്. ഓക്കെ, ആൽഫ ട്രാൻസെൻഡൽ ആണെങ്കിൽ എന്ത് സംഭവിക്കും? ഇഫ് alpha is transcendental, alpha transcendental എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം എന്ന് ആലോചിക്കുക. ആൽഫ ട്രാൻസെൻഡൽ ആണെങ്കിൽ എന്ത് സംഭവിക്കും? ഓട്ടോമാറ്റിക്കലി ആൽഫ ട്രാൻസെൻഡൽ ആണെങ്കിൽ എന്താ ഉണ്ടാവുക? ഏത് എഫ് ഓഫ് എക്സ് എടുത്താലും എഫ് ഓഫ് ആൽഫ 0 ആവില്ല അല്ലെ? ദാറ്റ് ഈസ് എഫ് ഓഫ് ആൽഫ നോട്ട് ഈക്വൽ ടു 0 ഫോർ എവരി എഫ് ഓഫ് എക്സ് എലമെന്റ് ഓഫ് ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ്. അതാണ് എഫ് ഓഫ് എക്സ് ആൽഫ ട്രാൻസെൻഡന്റൽ ആണെന്ന് പറഞ്ഞ അർത്ഥം അല്ലേ? ഓക്കെ, എഫ് ഓഫ് എക്സ് എലമെന്റ് ഓഫ് എഫ്, എഫ് ഓഫ് എക്സ് ഏതാകുമ്പോൾ മാത്രം സംഭവിക്കും? എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞ ഫംഗ്ഷൻ, അതായത് നോൺ സീറോ പോളിനോമിയൽസിന് ഒരിക്കലും എന്തുണ്ടാവില്ല? എഫ് ഓഫ് എക്സ് 0 ആവില്ല. 0 പോളിനോമിയലിന് 0, അതുകൊണ്ട് കാര്യമില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താ? എഫ് ഓഫ് ആൽഫ നോട്ട് ഈക്വൽ 0 എന്ന് പറഞ്ഞാൽ അതിനകത്ത് എന്താ? എഫ് ഓഫ് ആൽഫ നോട്ട് ഈക്വൽ 0 ഇഫ് ആൻഡ് ഓൺലി ഇഫ് എന്താ? എഫ് ഓഫ് ആൽഫ നോട്ട് ഈക്വൽ 0 ആണെങ്കിൽ ഇഫ് ആൻഡ് ഓൺലി ഇഫ് എന്ത് കിട്ടും? നമുക്ക് ഓട്ടോമാറ്റിക്കലി എഫ് ഓഫ് ആൽഫ എന്ന് പറഞ്ഞ അർത്ഥത്തിൽ ആരാ? phi alpha ഓഫ് എഫ് ഓഫ് എക്സ് ആണ് അല്ലെ? ദിസ് ഈസ് നോട്ട് ഈക്വൽ ടു 0 ഫോർ എവരി എഫ് ഓഫ് എക്സ് എലമെന്റ് ഓഫ് ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് അല്ലെ? ദാറ്റ് മീൻസ് അതിനകത്ത് എന്താ? ഏത് പോളിനോമിയൽ എടുത്താലും അത് 0 ആവില്ല. അപ്പൊ ഏത് പോളിനോമിയലിന് മാത്രമേ 0 ആവുന്നുള്ളൂ? 0 പോളിനോമിയലിന് മാത്രമേ 0 ആവുള്ളൂ. എന്ന് വെച്ചാൽ ആർക്ക് മാത്രമേ ആവുള്ളൂ? സിംഗിൾട്ടൺ 0 എന്ന് വെച്ചാൽ phi alpha ഓഫ് 0 മാത്രമേ എന്താവുള്ളൂ? 0 ആവുള്ളൂ. ദാറ്റ് മീൻസ് കേർണൽ phi alphയില് ആര് മാത്രമേ ഉണ്ടാവുള്ളൂ? സിംഗിൾട്ടൺ 0 മാത്രമേ ഉണ്ടാവുള്ളൂ. തിരിച്ച് അങ്ങോട്ട് പോയത് തന്നെയാണ് വരാൻ പോകുന്നത്. സിംഗിൾട്ടൺ 0 മാത്രമാണ് വെച്ചാൽ ഇഫ് ആൻഡ് ഓൺലി ഇഫ് എന്താണ് അർത്ഥം? phi alpha ഓഫ് 0 ഈക്വൽ ടു 0. ദാറ്റ് മീൻസ് അതിനർത്ഥം എന്താ? phi alpha ഓഫ് 0 എഫ് ഓഫ് എക്സ് നോട്ട് ഈക്വൽ ടു 0 ഫോർ എവരി എഫ് ഓഫ് എക്സ് എലമെന്റ് ഓഫ് എഫ് ഓഫ് എക്സ്. ദാറ്റ് ഈസ് ആൽഫ ഈസ് ട്രാൻസെൻഡൽ.
തിരിച്ച് പറയുകയാണെങ്കിൽ ആൽഫ ട്രാൻസെൻഡൽ ആണെങ്കിൽ ഓട്ടോമാറ്റിക്കലി എഫ് ഓഫ് ആൽഫ നോട്ട് ഈക്വൽ ടു 0 ആയിരിക്കും. എഫ് ഓഫ് ആൽഫ നോട്ട് ഈക്വൽ ടു 0 ആയിരിക്കും. അപ്പോൾ ഫൈ ആൽഫ ഓഫ് എഫ് ഓഫ് എക്സ് എന്തായിരിക്കും? നോട്ട് ഈക്വൽ ടു 0 ആയിരിക്കും. സോ ഫൈ ആൽഫ ഓഫ് 0 മാത്രമേ 0 ആവുള്ളൂ. ദാറ്റ് മീൻസ് കേർണൽ ആര് മാത്രമേ ഉണ്ടാവുള്ളൂ? സിംഗിൾട്ടൺ 0 മാത്രമേ ഉണ്ടാവുള്ളൂ. ഓക്കെ, സോ ഇതാണ് ഈ തിയറത്തിൽ പറയുന്നത്. അടുത്ത എന്താ പറയുന്നത്? ദ ഇറഡ്യൂസിബിൾ പോളിനോമിയൽ ഓവർ ആൽഫ ഓവർ എഫ്. എന്താണ് ഇറഡ്യൂസിബിൾ പോളിനോമിയൽ ഓവർ ആൽഫ ഓവർ എഫ് എന്ന് ഡിഫൈൻ ചെയ്യാനാണ് പോകുന്നത് നമ്മൾ. നോക്കാം. ഇപ്പൊ നമ്മൾ നേരത്തെ ഒരു എക്സാമ്പിൾ കൺസിഡർ ചെയ്യാം. നമ്മൾ റൂട്ട് 2 എടുത്തിട്ടുണ്ടായിരുന്നു. റൂട്ട് എടുത്ത എന്താ? എലമെന്റ് ഓഫ് ക്യൂ അല്ല, ആറാണ്. റൂട്ട് 2 എലമെന്റ് ഓഫ് ആർ എടുത്തിട്ടുണ്ടായിരുന്നു അല്ലെ. റൂട്ട് 2 0 വരുന്നൊരു പോളിനോമിയൽ ആരാ? എക്സ് സ്ക്വയർ മൈനസ് 2 എന്ന് പറയുന്നത് എലമെന്റ് ഓഫ് ക്യൂ ഓഫ് എക്സ് ആണ്. റൂട്ട് 2 വരുന്നൊരു പോളിനോമിയലാണ് നമുക്കറിയാം അല്ലെ. ഇനി ഓട്ടോമാറ്റിക്കലി എക്സ് ക്യൂ മൈനസ് 2x എടുത്താലും ആ പോളിനോമിയലും എന്തുതന്നെയാണ്? ഈ പോളിനോമിയലിന് ഞാനൊരു f1 ഓഫ് എക്സ് എന്ന് വിളിക്കുകയാണെങ്കിൽ f1 ഓഫ് റൂട്ട് 2 എടുത്താലും എന്തുതന്നെയായിരിക്കും? 0 ആയിരിക്കും. അതേപോലെ തന്നെ നമ്മുടെ എക്സ് സ്ക്വയർ മൈനസ് 2 എടുത്താലും 0 ആയിരിക്കും അല്ലെ. പക്ഷെ നമുക്ക് ഒരു പോളിനോമിയലിന്റെ ആവശ്യമുള്ളൂ. ഈ പോളിനോമിയലും ഈ പോളിനോമിയലും തമ്മിൽ വ്യത്യാസം എന്താ? ഇതിലെ എക്സ് സ്ക്വയർ മൈനസ് 2 എന്ന് പറയുന്നത് എന്താണ്? എക്സ് സ്ക്വയർ മൈനസ് 2 എന്ന് പറയുന്നത് ഇറഡ്യൂസിബിൾ ആണ് അല്ലെ. എക്സ് ക്യൂ മൈനസ് 2x എന്ന് പറയുന്നതിനെ നമുക്ക് എന്ത് എഴുതാം? എക്സ് ഇൻറ്റു എക്സ് സ്ക്വയർ മൈനസ് 2 എന്ന് എഴുതാം. ദിസ് ഈസ് എ റെഡ്യൂസിബിൾ പോളിനോമിയൽ ആണ്. ഓക്കെ, സോ നമുക്ക് ഇവിടെ നിന്ന് ഒരു ഐഡിയ തോന്നുകയാണ്. എന്ത്? ഏത് എലമെന്റ് ആൽഫ എടുത്താലും എലമെന്റ് ഓഫ് എഫ് എടുത്താലും അല്ലെങ്കിൽ ഇ എടുത്താലും ആ ആൽഫ 0 ആവുന്ന രീതിയിൽ ഒരു പോളിനോമിയൽ എഫ് ഓഫ് ആൽഫ ഈക്വൽ ടു 0 വരുന്ന രീതിയിൽ ഇറഡ്യൂസിബിൾ ആയിട്ടുള്ള ഒരു പോളിനോമിയൽ കണ്ടുപിടിക്കാൻ പറ്റും എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞു വരാൻ പോകുന്നത്. സോ നെക്സ്റ്റ് ഒരു തിയറത്തിന്റെ ഹെൽപ്പോട് കൂടിയാണ് പറയുന്നത്. സോ ഇവിടെ പറയുന്ന ഐഡിയ എന്താണെന്ന് നോക്കാം. എനി ആൽഫ എലമെന്റ് ഓഫ് ഇ നമ്മൾ എന്താ പറയുന്നത്? എഫ് ഓഫ് ആൽഫ ഈക്വൽ ടു 0 ഫോർ ഇറഡ്യൂസിബിൾ. ഏത് ആൽഫ എടുത്താലും ആ ആൽഫ 0 ആവുന്ന രീതിയിൽ ഒരു ഇറഡ്യൂസിബിൾ പോളിനോമിയൽ കണ്ടുപിടിക്കാൻ പറ്റുന്നതാണ് ഇവിടെ പറഞ്ഞു വരുന്നത്. ഓക്കെ, നോട്ട് 5 അതിന്റെ മേജർ തിയറം വരുന്നുണ്ട്, നോക്കാം. Let alpha be an extension field of f let alpha be an extension field of f and let alpha element of E where alpha is algebraic over f ആണ് വിചാരിക്കുക. Then there is a irreducible polynomial p of x element of f of x such that p of alpha equal to 0. This irreducible polynomial is uniquely determined up to constant factor in f and a polynomial of minimal degree greater than or equal to 1 in f of x having alpha as 0. If f of alpha equal to 0 for f of x element of capital F of x with f of x equal to 0 then p of x divides f of x. ഇവിടെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ശ്രദ്ധിച്ച് നോക്കുക. ഒരു നമ്മൾ എന്ത് തന്നിട്ടുണ്ട്? എഫ് എന്ന് പറയുന്നത് സബ് ഫീൽഡ് ഓഫ് ഇ ആണ് തന്നിട്ടുണ്ട് അല്ലെ. ആൽഫ എലമെന്റ് ഓഫ് ഇ എടുത്തിട്ടുണ്ട്, അതെന്താന്ന് പറഞ്ഞിട്ടുണ്ട്? ഓൾജിബ്രായിക് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ആൽഫ എലമെന്റ് ഓഫ് ഇ അൾജിബ്രായിക് എന്ന് പറഞ്ഞ അർത്ഥം എന്താ? there is a polynomial p of x element of f of x ഉണ്ടാവും such that p of alpha equal to എന്തായിരിക്കും? 0 ആയിരിക്കും. നമ്മൾ പറയാണ് ഈ p of x എന്ന് പറയുന്നത് ഇറഡ്യൂസിബിൾ ആണെന്ന് പറയാൻ പോവാണ്. ഓക്കെ, മാത്രല്ല ഇനി ഏതെങ്കിലും ഒരു പോളിനോമിയൽ വിത്ത് p of x ന്റെ അതേ ഡിഗ്രിയുള്ള ഒരു പോളിനോമിയൽ ഉണ്ടെങ്കിൽ അയാൾ സം കോൺസ്റ്റന്റ് ടേം ഇൻറ്റു p of x ആണെന്ന് പറയും. ഇനി വേറെ ഏതെങ്കിലും പോളിനോമിയലിന് f of alpha equal to 0 ആണെങ്കിൽ നമ്മൾ പറയാൻ പോകുന്നത് p of x ആരെ ഡിവൈഡ് ചെയ്യും? ഈ f of x നെ ഡിവൈഡ് ചെയ്യുന്നതാണ് പറയുന്നത്. ഓക്കെ, ഇതൊക്കെയാണ് നമുക്ക് ഈ തിയറത്തിൽ പ്രൂവ് ചെയ്യേണ്ടതായിട്ടുള്ളത്.
ഓക്കെ, ആദ്യത്തെ കാര്യം എന്താ? ലെറ്റ് ഫൈ ആൽഫ ബി ആൻ ഇവാലുവേഷൻ ഹോമോമോർഫിസം. ഫൈ ആൽഫ എവിടെ നിന്ന് പഠിക്കുക? ഫൈ ആൽഫ എന്ന് പറയുന്നത് ഇവിടെ നിന്ന് പഠിക്കാനുള്ള ഫൈ ആൽഫ എന്ന് പറയുന്നത് എഫ് ഓഫ് എക്സിൽ നിന്ന് ഈയിലോട്ടുള്ള ഇവാലുവേഷൻ ഹോമോമോർഫ്സ് ആണ്. അപ്പൊ എങ്ങനെയാ മാപ്പ് ചെയ്യാന്ന് അറിയാം നമുക്ക്. ഫൈ ആൽഫ ഓഫ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എന്താ വരിക? എഫ് ഓഫ് ആൽഫയാണ് വരിക. ഇനി നമുക്ക് ക്ലിയർലി നമുക്ക് എന്താ അറിയാം? ഫൈ ആൽഫ ഓഫ് എഫ് ഓഫ് എക്സ് ഈക്വൽ എഫ് ഓഫ് ആൽഫയാണ്. ഇനി ഇതിൻ്റെ ഇടയിൽ ഒരു ജസ്റ്റ് ഒരു കാര്യം, കഴിഞ്ഞ മുമ്പത്തെ തിയറത്തില് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താ? ഫൈ ആൽഫ എന്ന് പറയുന്നത് എഫ് ഓഫ് എക്സിന് ഇയിലോട്ടായിരുന്നു. ഫൈ ആൽഫ പറയുന്നത് എഫ് ഓഫ് എക്സിൽ നിന്ന് ഇയിലോട്ടായിരുന്നു. അതിലെ ഫൈ ആൽഫയുടെ കേർണലില് സിംഗിൾട്ടൺ 0 മാത്രമേ ഉള്ളൂ വെച്ച് കഴിഞ്ഞാൽ ഇമേജ് എന്തായിരിക്കും എന്ന് ആലോചിക്കുക. ഇമേജ് ഓഫ് ഫൈ ആൽഫ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? അതായത് എല്ലാ പോളിനോമിയലിനും എക്സിന് പകരം എന്ത് റീപ്ലേസ് ചെയ്യുക? ആൽഫ റീപ്ലേസ് ചെയ്യുക, അല്ലെ? ദാറ്റ് മീൻസ് നമുക്ക് ഇമേജ് എന്ന് പറഞ്ഞാൽ ആരായിരിക്കും? എഫ് ഓഫ് ക്ലോസ്ഡ് ആൽഫ ഓർ പോളിനോമിയൽസ് വിത്ത് ആൽഫ ആസ് ഇൻഡിറ്റർമിനേറ്റ്, അല്ലെ? എന്താ സംഭവത്തിൽ ചെയ്യുന്നത്? എക്സിന് പകരം ഫൈ ആൽഫ ഓഫ് എക്സ് എന്ന് പറയുന്നത് ആൽഫ ആയിരുന്നു, അല്ലെ? അപ്പൊ ഒരു പോളിനോമിയൽ സം a0 പ്ലസ് a1x എടുക്കുകയാണെങ്കിൽ വേർ a0 ഒരു പോളിനോമിയൽ എടുത്തെന്ന് മാത്രമേ ഉള്ളൂ എഫിലെ ആൾക്കാരാണെങ്കിൽ ഫൈ ആൽഫ ഓഫ് ഇയാൾ എന്താ വരിക? ദിസ് ഈസ് ഈക്വൽ ടു ബൈ ഹോമോസ്റ്റൻ തിയറം പ്രകാരം ദിസ് ഇസ് ഫൈ ആൽഫ ഓഫ് a0 പ്ലസ് ഫൈ ആൽഫ ഓഫ് a1. പക്ഷെ എന്താ? ഫൈ ഓഫ് a1x ബൈ ഹോമോസ്റ്റൻ തിയറം പ്രകാരം ദിസ് ഈസ് ഈക്വൽ ടു ഫൈ ആൽഫ ഓഫ് a0 എന്താ വരിക? എഫിലെ എലമെന്റ്സിനെ വീണ്ടും എഫിലെ സെയിം എലമെന്റിലോട്ടാണ് മാപ്പ് ചെയ്യുക. ദാറ്റ് മീൻസ് ദിസ് ഇസ് a0. ഇനി ഫൈ ആൽഫ ഓഫ് a1x എന്താ വരിക? ഫൈ ആൽഫ ഓഫ് a1 ഇൻറ്റു ഫൈ ആൽഫ ഓഫ് എക്സ്. ഫൈ ആൽഫ ഓഫ് a1 എന്താ വരിക? a1 തന്നെയാണ് വരിക. ഫൈ ആൽഫ ഓഫ് എക്സ് എന്താ വരിക? ആൽഫയാണ് വരിക. എന്ന് വെച്ചാൽ നമുക്ക് എന്താ കിട്ടിയെന്ന് ശ്രദ്ധിക്കുക. a0 a1x എന്ന് പറഞ്ഞ പോളിനോമിയലിന് എക്സിന് പകരം എന്ത് റീപ്ലേസ് ചെയ്തു? ആൽഫ റീപ്ലേസ് ആയി മാറി. എന്ന് വെച്ചാൽ ഇമേജിൽ എക്സാക്ട്ലി എന്താണ്ടാവുക? എഫ് ഓഫ് എക്സിലെ ഏത് പോളിനോമിയൽ എടുത്താലും ആ പോളിനോമിയലിന്റെ എക്സിന് പകരം ആൽഫ റീപ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ കേർണലിൽ സിംഗിൾട്ടൺ 0 ആണെങ്കിൽ ഇമേജ് ഫൈ ആൽഫ എന്ന് പറയുന്നത് എക്സാക്ട്ലി ആരാണ്? എഫ് ഓഫ് ക്ലോസ്ഡ് ആൽഫയാണ് വരാൻ പോകുന്നത്. ഓക്കെ, ദിസ് ഈസ് എ സബ് ഡൊമൈൻ. എന്ന് പറയുന്നത് എക്സിന് പകരം ആൽഫ വന്നിട്ടുള്ള ഒരു പോളിനോമിയൽ റിംഗ് ആണെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പൊ ഇതൊരു സബ് ഡൊമൈൻ ആണ്. അതാണ് ആ തിയറത്തിൽ ഒരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ശരി, നമ്മുടെ ഈ തിയറത്തിൽ തിരിച്ചു വരാം. ഫൈ ആൽഫ ഫ്രം എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എന്താണ്? എഫ് ഓഫ് ആൽഫയാണെന്നുള്ള മാപ്പിംഗ് ചെയ്യാം. ഇനി നമുക്ക് എന്താ അറിയാവുന്ന കാര്യം? ഈ കേർണൽ ഓഫ് ഫൈ ആൽഫ എന്ന് പറയുന്നത് കേർണൽ ഫൈ ആൽഫ ഐഡിയൽ ആണെന്ന് അറിയാം, അല്ലെ? ആരുടെ ഐഡിയലാ? ഐഡിയൽ ഓഫ് എഫ് ഓഫ് എക്സ് ആണ്. പക്ഷെ എഫ് ഓഫ് എക്സിന്റെ എല്ലാ ഐഡിയലും എങ്ങനെ ഇരിക്കുക? എവരി ഐഡിയൽ ഓഫ് ഫൈ ഓഫ് എക്സ് എവരി ഐഡിയൽ ഓഫ് എഫ് ഓഫ് എക്സ് ഈസ് പ്രിൻസിപ്പൽ എന്ന് വെച്ചാൽ ജനറേറ്റഡ് ബൈ എ സിംഗിൾ എലമെന്റ്, അല്ലെ? ലെറ്റ് ദാറ്റ് എലമെന്റ് ബി പി ഓഫ് എക്സ്. Let P of x generate kernel phi alpha. That is, in the kernel phi alpha equal to idea generated by P of x ആണ് നമ്മൾ പറയുന്നത്. Okay, that means idea generated by P of x elements എങ്ങനെ ഇരിക്കുക? idea generated by P of x elements എന്ന് പറഞ്ഞാൽ ഇരിക്കാൻ പോകുന്ന ഫോർമാറ്റ് എന്ന് പറയുന്നത് f of x into P of x such that f of x belongs to capital F of x. എന്ന് വെച്ചാൽ ക്യാപിറ്റൽ എഫ് എക്സിൽ ഓരോരുത്തരെയും എന്ത് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക? പി ഓഫ് എക്സ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുകയാണ് ചെയ്തിരിക്കുന്നത്, അല്ലേ? അതായത് ഇവിടെയുള്ള ആൾക്കാരെന്ന് പറയുന്നത് എങ്ങനെയുള്ള ആൾക്കാരാണ്? എക്സാക്ട്ലി ആൽഫ 0 ആയി വരുന്ന രീതിയിലുള്ള പോളിനോമിയൽസ് ആണ് ഇവിടെ ഉള്ളത്. ദാറ്റ് ഈസ് പ്രിസൈസ്ലി നോക്കുക. ദാറ്റ് ഈസ് idea generated by P of x consists of precisely those elements of f of x having alpha as 0. ഓക്കെ, അതായത് നമ്മുടെ കേർണൽ എന്താ ഡെഫിനിഷൻ എന്നുള്ള ശ്രദ്ധിക്കുക. കേർണൽ ഡെഫിനിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേർണൽ ഫൈ ആൽഫ എന്ന് പറഞ്ഞ അർത്ഥം കേർണൽ ഫൈ ആൽഫ എന്ന് പറഞ്ഞ അർത്ഥം എന്താണ്? സെറ്റ് ഓഫ് ഓൾ എഫ് ഓഫ് എക്സ് എലമെന്റ് ഓഫ് ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് സച്ച് ദാറ്റ് എഫ് ഓഫ് ആൽഫ ഈക്വൽ ടു 0 എന്നാണ് അർത്ഥം. ദാറ്റ് മീൻസ് ആൽഫ 0 ആയി വരുന്ന രീതിയിലുള്ള പോളിനോമിയൽസ് ആണ് എവിടെ ഉള്ളത്? ഐഡിയ ഈ കേർണലിലുള്ളത്. പക്ഷേ ഈ കേർണൽ എങ്ങനെ ഇരിക്കുന്നത്? ഐഡിയ ജനറേറ്റഡ് ബൈ പി ഓഫ് എക്സ് ആയിട്ടാണുള്ളത്. ദാറ്റ് മീൻസ് സെറ്റ് ഓഫ് ഓൾ എഫ് ഓഫ് എക്സ് ഇൻറ്റു പി ഓഫ് എക്സ് എഫ് ഓഫ് എക്സ് എലമെന്റ് ഓഫ് ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് ആയിട്ടാണ് ഇരിക്കുന്നത്. ഓക്കെ, ഇനി ഏതെങ്കിലും ഒരു എഫ് ഓഫ് ആൽഫ
ഈക്വൽ ടു 0 ആണെങ്കിൽ ഉറപ്പായിട്ടും സംഭവിക്കും ആ എഫ് ഓഫ് എക്സ് എവിടെ ഉണ്ടാവണം? നമ്മുടെ ഐഡിയ ജനറേറ്റഡ് ബൈ പി ഓഫ് എക്സിൽ ഉണ്ടാവണം. പക്ഷെ ഐഡിയ ജനറേറ്റഡ് ബൈ പി ഓഫ് എക്സിന്റെ ഡെഫിനിഷൻ പ്രകാരം അതിനെ എങ്ങനെ എഴുതാൻ പറ്റും? അപ്പോൾ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു സം എച്ച് ഓഫ് എക്സ് ഇൻറ്റു പി ഓഫ് എക്സ് എന്ന് എഴുതാൻ പറ്റും. ദാറ്റ് മീൻസ് പി ഓഫ് എക്സ് ഡിവൈഡ്സ് എന്താണ്? എഫ് ഓഫ് എക്സ് ആണ്. ഓക്കെ, P of x divides f of x ആണ്. ഇനി നമ്മൾ പറയാണ് let this P of x be the polynomial of minimal degree having alpha as 0. അതായത് നമ്മുടെ ഈ സെലക്ഷന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഏത് എഫ് ഓഫ് ആൽഫ എന്തായാലും ഏത് എഫ് ഓഫ് ആൽഫ ഈക്വൽ ടു 0 വന്നാലും പർട്ടിക്കുലർ പി ഓഫ് എക്സ് എന്ന് പറയുന്നത് ആരെ ഡിവൈഡ് ചെയ്യും? ആ എഫ് ഓഫ് എക്സിനെ ഡിവൈഡ് ചെയ്യും. സോ നമ്മൾ എടുത്തിട്ടുള്ള പി ഓഫ് എക്സ് എങ്ങനെ വന്നേ പറ്റുള്ളൂ? പി ഓഫ് എക്സ് മസ്റ്റ് ബി ഓഫ് മിനിമൽ ഡിഗ്രി with P of alpha equal to 0. Okay. So, ഇങ്ങനെ ആയതുകൊണ്ട് എന്ത് സംഭവിക്കും? ഏതെങ്കിലും പോളിനോമിയലിന്റെ ഇപ്പൊ പി ഓഫ് എക്സിന്റെ ഡിഗ്രി പി ഓഫ് എക്സിന്റെ ഡിഗ്രി എന്ന് പറയുന്നത് ഡി ആണെങ്കിൽ ഏതെങ്കിലും അതർ പോളിനോമിയൽ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നതിന്റെ ഡിഗ്രി ഡി തന്നെയാണ്, മാത്രമല്ല എഫ് ഓഫ് ആൽഫ ഈക്വൽ ടു 0 ആണെങ്കിൽ തൊട്ട് മുമ്പ് പറഞ്ഞ പ്രകാരം പി ഓഫ് എക്സിനെ ആരെ ഡിവൈഡ് ചെയ്യണം? എഫ് ഓഫ് എക്സിനെ ഡിവൈഡ് ചെയ്യണം. പക്ഷെ ഡിഗ്രി രണ്ട് സെയിം ആയതുകൊണ്ട് നമുക്ക് എന്ത് കിട്ടും? ഇവിടെ നിന്ന് എഫ് ഓഫ് എക്സ് മസ്റ്റ് ബി ഈക്വൽ ടു സം കോൺസ്റ്റന്റ് ഇൻറ്റു പി ഓഫ് എക്സ് എന്ന് കിട്ടും. ഓക്കെ, ഇതാണ് നമുക്ക് ഒരു കാര്യം കൂടി കാണിക്കാനുണ്ടായിരുന്നത്. ഇനി എന്താ കാണിക്കാനുള്ളത്? ഇനി കാണിക്കാനുള്ള കാര്യം എന്ന് പറയുന്നത് പി ഓഫ് എക്സ് എന്ന് പറയുന്നത് ഇറഡ്യൂസിബിൾ ആണെന്ന് കാണിക്കണം. പി ഓഫ് എക്സ് ഇറഡ്യൂസിബിൾ ആണെന്ന് കാണിക്കണം. സപ്പോസ് പി ഓഫ് എക്സ് ഈസ് നോട്ട് ഇറഡ്യൂസിബിൾ. സപ്പോസ് ഇറ്റ് ഈസ് റെഡ്യൂസിബിൾ ആണെങ്കിൽ അർത്ഥം എന്താ? പി ഓഫ് എക്സ് ഈക്വൽ ടു എന്ത് എഴുതാൻ പറ്റും? സം ആർ ഓഫ് എക്സ് ഇൻറ്റു എസ് ഓഫ് എക്സ് എഴുതാൻ പറ്റും. വേർ ഡിഗ്രി ഓഫ് ആർ ഓഫ് എക്സ് ആൻഡ് എസ് ഓഫ് എക്സ് ലെസ് ദാൻ ഡിഗ്രി ഓഫ് പി ഓഫ് എക്സ് അല്ലേ? ആ പക്ഷെ എന്താ പറയാൻ പറ്റും? ഓട്ടോമാറ്റിക്കലി അപ്പോൾ ഇത് പ്രകാരം പി ഓഫ് ആൽഫ ഈക്വൽ ടു എന്താ വരിക? ആർ ഓഫ് ആൽഫ ഇൻറ്റു എസ് ഓഫ് ആൽഫ വരും. ദിസ് ഈസ് ഈക്വൽ ടു 0 ആണ്. കാരണം പി ഓഫ് എക്സ് സിൻസ് പി ഓഫ് ആൽഫ ഈക്വൽ ടു 0 ആയതുകൊണ്ട്. അപ്പോൾ എന്ത് കിട്ടും? ഓട്ടോമാറ്റിക്കലി ആർ ഓഫ് ആൽഫ ഇൻറ്റു എസ് ഓഫ് ആൽഫ 0 ആവണമെങ്കിൽ ഈ ആർ ഓഫ് ആൽഫ എവിടെ ഉണ്ടാവുക? ആർ ഓഫ് ആൽഫ എന്ന് പറയുന്നത് ഒരു പോളിനോമിയൽ വിത്ത് കോയിഫിഷ്യൻസ് എവിടെ നിന്നുള്ള ആർ ഓഫ് എക്സും എസ് ഓഫ് എക്സും എവിടെയുള്ള ആൾക്കാരാ? ആർ ഓഫ് എക്സും എസ് ഓഫ് എക്സും എഫ് ഓഫ് എക്സിലുള്ള ആൾക്കാരാണ് അല്ലേ? മാത്രമല്ല അപ്പോൾ ഫീൽഡിലെ എലമെന്റ്സുകൾ വെച്ചിട്ടുള്ള കോമ്പിനേഷനും മൾട്ടിപ്ലിക്കേഷനും ഒക്കെയാണ് ആർ ഓഫ് ആൽഫ ഉണ്ടാവാൻ പോകുന്നത്. അതുപോലെ ഇതും അങ്ങനെ തന്നെയാണ് ഉണ്ടാവുന്നത്. ദാറ്റ് മീൻസ് ആർ ഓഫ് ആൽഫയും എസ് ഓഫ് ആൽഫയും എവിടുത്തെ മെമ്പേഴ്സാ? ആർ ഓഫ് ആൽഫ എസ് ഓഫ് ആൽഫ ബിലോങ്സ് ടു ഇ ആണ്. ദാറ്റ് ഈസ് എ ഫീൽഡ് ആണ്. ഫീൽഡ് ആയതുകൊണ്ട് ഓട്ടോമാറ്റിക്കലി എന്താണ്? ഒരു ഇന്റഗ്രൽ ഡൊമൈൻ ആണ്. ഇന്റഗ്രൽ ഡൊമൈൻ ആയതുകൊണ്ട് ആർ ഓഫ് ആൽഫ ഇൻറ്റു എസ് ഓഫ് എക്സ് ആൽഫ 0 ആവണമെങ്കിൽ എന്ത് സംഭവിക്കണം? ഒന്നുകിൽ ആർ ഓഫ് ആൽഫ ഈക്വൽ ടു 0 ആയിരിക്കണം, അല്ലെങ്കിൽ എസ് ഓഫ് ആൽഫ ഈക്വൽ ടു 0 ആയിരിക്കണം. ഇതിൽ ആർ ഓഫ് ആൽഫ ആണ് 0 എങ്കിൽ എന്ത് സംഭവിക്കും? ഡിഗ്രി ഓഫ് ആർ ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്താണ്? ഡിഗ്രി ഓഫ് ആർ ഓഫ് എക്സ് എസ് ഓഫ് എക്സും എന്താണ്? ലെസ് ദാൻ ഡിഗ്രി ഓഫ് പി ഓഫ് എക്സ് ആണ് അല്ലെ? ഇതെന്തിന് കോൺട്രഡിക്ഷൻ ആവും? നമ്മുടെ പോളിനോമിയൽ പി ഓഫ് എക്സ് എന്ന് പറയുന്നത് മിനിമൽ ഡിഗ്രി ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായി മാറും? കോൺട്രഡിക്ഷൻ ആയി മാറും. ദാറ്റ് മീൻസ് നമുക്ക് എന്ത് കിട്ടി? നമ്മുടെ അസംഷൻ റോങ് ആണ്. എന്ത് തന്നിരിക്കുന്ന പി ഓഫ് എക്സിന് എന്താവാൻ പറ്റില്ല? റെഡ്യൂസിബിൾ ആവാൻ പറ്റില്ല. ഓക്കെ, അടുത്ത എന്താ പറഞ്ഞിട്ടുള്ളത് നോക്കുക. ലെറ്റ് ഇ ബി ആൻ എക്സ്റ്റൻഷൻ ഫീൽഡ് ഓഫ് എ ഫീൽഡ് എഫ് ആൻഡ് ലെറ്റ് ആൽഫ എലിമെന്റ് ഓഫ് ഇ ബി ഓൾജിബ്രൈക് ഓവർ എഫ്. Then the unique modic polynomial p of x having the property described in 29.30 എന്ന് വെച്ചാൽ p of alpha 0 ആയി വരുന്ന രീതിയിലുള്ള പോളിനോമിയൽ is irreducible polynomial for alpha over f. അപ്പോൾ അതിനെ ഡിനോട്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ്. അപ്പോൾ എന്താ പറഞ്ഞിട്ടുള്ളത് നോക്കുക. അതായത് √2 ആണ് എടുക്കണമെങ്കിൽ √2 എലമെന്റ് ഓഫ് ആർ എടുത്തു.
റൂട്ട് 2 സീറോ ആക്കുന്ന പോളിനോമിയൽ ആരാ? എക്സ് സ്ക്വയർ മൈനസ് 2 ആണ് ഇറഡ്യൂസിബിൾ പോളിനോമിയൽ അല്ലെ, ഇറഡ്യൂസിബിൾ പോളിനോമിയൽ ഇൻ Q of x such that f of root 2 equal to 0 വരുന്ന രീതിയിലാണ് അല്ലെ. ദാറ്റ് മീൻസ് നമുക്ക് എന്ത് വിളിക്കാം? ഈ എക്സ് സ്ക്വയർ മൈനസ് 2 എന്ന് പറയുന്നത് ഇറഡ്യൂസിബിൾ ഓഫ് റൂട്ട് 2 കോമ എഫ് ആണ്. ഓക്കെ, എന്തുകൊണ്ടാണ് മോണിക് പോളിനോമിയൽ എന്ന് വിളിക്കാൻ കാരണം? നമുക്ക് വേണമെങ്കിൽ ഈ പോളിനോമിയൽ എടുക്കാം 2x² - 4 കൺസിഡർ ചെയ്യാം. ദാറ്റ് ഈസ് 2 × x² - 2 ആണ് ഈ പോളിനോമിയൽ വേണമെങ്കിൽ കൺസിഡർ ചെയ്യാം. പക്ഷേ നമ്മൾ ആൾറെഡി കണ്ടു എന്താ, നമ്മൾ എടുക്കുമ്പോൾ നമ്മൾ ഏത് രീതിയിലുള്ള പോളിനോമിയൽ എടുക്കുക, കറസ്പോണ്ടിങ് ആയിട്ടുള്ള മോണിക് പോളിനോമിയലാണ് നമ്മൾ റിഡ്യൂസ് കണക്ഷനിൽ എടുക്കാറ്. ഓക്കെ, സോ ഇതിന്റെ ഡെഫിനിഷൻ എങ്ങനെയാണ്? എന്താ, ദ യുണീക് മോണിക് പോളിനോമിയൽ പി ഓഫ് എക്സ് ഹാവിംഗ് ദി പ്രോപ്പർട്ടി എന്ന് വെച്ചാൽ എന്താ, എന്ത് പ്രോപ്പർട്ടിയാണ്? പി ഓഫ് ആൽഫ 0 ആവണം. പ്രോപ്പർട്ടി ഇതൊക്കെയാണ് എന്താ വേണ്ടത്? പി ഓഫ് ആൽഫ 0 ആവണം. ഏതെങ്കിലും എഫ് ഓഫ് ആൽഫ ഈക്വൽ ടു 0 ആയാൽ പി ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്ത് ചെയ്യണം? ഡിവൈഡ്സ് എഫ് ഓഫ് എക്സ് ആയിരിക്കണം. സെയിം ഡിഗ്രി ആണെങ്കിൽ എന്ത് സംഭവിക്കണം? പി ഓഫ് എക്സ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എങ്ങനെ എഴുതാൻ പറ്റണം? സം എ ഇൻറ്റു സം പി ഓഫ് എക്സ് എഴുതാൻ പറ്റും, സെയിം ഡിഗ്രി ആണെങ്കിൽ. ഓക്കെ, ഇങ്ങനെയുള്ള പി ഓഫ് എക്സ് പോളിനോമിയൽ വിളിക്കുന്ന പേരാണ് ഇറഡ്യൂസിബിൾ ഓഫ് ആൽഫ കോമ എഫ്. ആൻഡ് ദ ഡിഗ്രി ഓഫ് ഇറഡ്യൂസിബിൾ ഓഫ് ആൽഫ കോമ എഫ് ഈസ് ദി degree of alpha over f and denoted by degree of alpha of f. So ഇവിടെ എന്താ അപ്പോൾ degree of root 2 over q എന്ന് പറയുന്നത് എന്താണ്? ഈ റൂട്ട് 2നെ 0 ആക്കുന്ന ഇറഡ്യൂസിബിൾ പോളിനോമിയൽ ആയ x² - 2ന്റെ ഡിഗ്രി ആയ 2 ആണ് അതിന്റെ ഉത്തരം. ഓക്കെ, അപ്പൊ എങ്ങനെയാണ് ഇവിടുത്തെ പ്രോബ്ലംസ് ചെയ്യുക? അതായത് ഒരു എലമെന്റ് എടുക്കുകയാണ് ഞാൻ, ഇപ്പോൾ റൂട്ട് 3 എലമെന്റ് ഓഫ് ക്യൂ ആണെങ്കിൽ നമുക്ക് എന്താ അറിയാം? ഇതിന്റെ ഇറഡ്യൂസിബിൾ ഓഫ് റൂട്ട് 3 കോമ ക്യൂ എന്ന് പറയുന്നത് റൂട്ട് 3 എലമെന്റ് ഓഫ് ക്യൂ അല്ല, 3 എലമെന്റ് ഓഫ് ആർ ആണ്. ഇറഡ്യൂസിബിൾ ഓഫ് റൂട്ട് 3 കോമ ക്യൂ എന്ന് പറയുന്നത് അതായത് റൂട്ട് 3യുടെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള മോണിക് പോളിനോമിയൽ ഓവർ ക്യൂ എന്ന് പറയുന്നത് എക്സാക്ട്ലി ആരാണ്? x² - 3 ആണ്. ഓക്കെ, അപ്പോൾ അതിന്റെ ഡിഗ്രി ഓഫ് റൂട്ട് 3 ഓവർ ക്യൂ എന്ന് പറയുന്നത് ഈ x² - 3ന്റെ ഡിഗ്രി എത്രയാണോ അതാണ് 2 ആണ്. ഓക്കെ, അപ്പം നമ്മൾ നേരത്തെ ഒരു എക്സാമ്പിൾ കണ്ടിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ ആൽഫ ഈക്വൽ ടു റൂട്ട് ഓഫ് 1 + റൂട്ട് 3 എന്ന് പറഞ്ഞൊരു പോളിനോമിയൽ എടുത്തിട്ടുണ്ടായിരുന്നു അല്ലെ. ഇത് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു ഈ ആൽഫ ഈസ് ഓൾജിബ്രായിക് ഓവർ ക്യൂ ആണ്. ആ പോളിനോമിയൽ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് x⁴ - 2 x² - 2 ആണ്. ബൈ ഐസൻസ്റ്റൈൻ ക്രൈറ്റീരിയ p = 2 കൊടുത്താൽ നമുക്കിത് ഇറഡ്യൂസിബിൾ ആണെന്ന് കിട്ടും. ഓക്കെ, ഇറഡ്യൂസിബിൾ എന്തായാലും ഐസൻസ്റ്റൈൻ ക്രൈറ്റീരിയ നമ്മൾ യൂസ് ചെയ്യുക. ഇതിന്റെ ഫസ്റ്റ് കോഎഫിഷ്യന്റ് ഡിവൈഡ് ചെയ്യുന്നില്ല, ബാക്കി എല്ലാ കോഎഫിഷ്യന്റും ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ലാസ്റ്റ് കോഎഫിഷ്യന്റ് ആരും ഡിവൈഡ് ചെയ്യുന്നില്ല, 4 ഡിവൈഡ് ചെയ്യുന്നില്ല അല്ലേ. 4 does not divide 2 ആണ്. ഓക്കെ, സോ ഇത് ഇറഡ്യൂസിബിൾ ആണ് ബൈ ഐസൻസ്റ്റൈൻ ക്രൈറ്റീരിയ പ്രകാരം. ഓക്കെ, സോ ഇറ്റ് ഈസ് ഇറഡ്യൂസിബിൾ ഓവർ ക്യൂ ആണ്. ഇറഡ്യൂസിബിൾ ഓവർ ക്യൂ ആണ്. ദാറ്റ് മീൻസ് നമുക്ക് എന്ത് കാര്യം കിട്ടിയ കാര്യം? ഇറഡ്യൂസിബിൾ ഓഫ് ആൽഫ കോമ ക്യൂ എന്ന് പറയുന്നത് ആരാ? ദ പോളിനോമിയൽ x⁴ - 2 x² - 2 ആണ്. ഡിഗ്രി ഓഫ് ആൽഫ ഓർ ക്യൂ എന്ന് പറയുന്നത് എത്രയാണ്? 4 ആണ്. ഓക്കെ, ഇനി ഈ ഒരു എടുക്കാമാണ് റൂട്ട് 2 എലമെന്റ് ഓഫ് ആർ എടുത്തു. ഇനി നമുക്കറിയാം റൂട്ട് 2 ഈസ് അൾജിബ്രായിക് ഓവർ ആർ ഇറ്റ് സെൽഫ്. പോളിനോമിയൽ ഏതാ? x - √2 = 0. അങ്ങനെയാണെങ്കിൽ ഇറഡ്യൂസിബിൾ ഓഫ് റൂട്ട് 2 കോമ ആർ എന്ന് പറയുന്നത് എത്രയാണ് വരിക? ഡിഗ്രി. പോളിനോമിയൽ എന്ന് പറയുന്നത് x - √2 ആണ്. ഡിഗ്രി ഓഫ് റൂട്ട് 2 കോമ ആർ എന്ന് പറയുന്നത് എത്രയാണ്? 1 ആണ്. ഓക്കെ, അത് നമ്മൾ പറയാൻ പോകുന്നത് വാട്ട് ഈസ് സിമ്പിൾ എക്സ്റ്റൻഷൻ. സിമ്പിൾ എക്സ്റ്റൻഷൻ പറയണമെങ്കിൽ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടാണ് എക്സ്റ്റൻഷനിലോട്ട് എത്തുക. അപ്പോൾ നമ്മൾ തുടക്കത്തിൻ്റെ കാര്യങ്ങൾ പറയുന്നു. ലെറ്റ് E be an extension field of a field F
alpha element of E, and phi alpha be the evaluation homomorphism of f of x into E, with phi alpha of A equal to A and A element of f, and phi alpha of x equal to alpha. Then we have two cases. First case is, suppose that alpha is algebraic over f. Then നമുക്കറിയാം phi alpha algebraic ആണെങ്കിൽ എന്തുണ്ടാവും? algebraic ആണെങ്കിൽ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു the kernel phi alpha എന്ന് പറയുന്നത് ഓട്ടോമാറ്റിക്കലി എന്താണ്? the ideal generated by irreducible of alpha comma f ആണ് നമ്മൾ കണ്ടതാണ്. alpha comma f ആണ് കണ്ടതാണ്. Okay. Then the ideal generated by irreducible alpha comma f is a maximal ideal. അല്ലേ? കാരണം എന്താണ്? irreducible alpha comma f ആയതുകൊണ്ട് irreducible polynomial കൊണ്ട് ജനറേറ്റ് ചെയ്യുന്ന ഐഡിയൽ എന്ന് പറയുന്നത് എന്ത് ഐഡിയൽ ആയിരിക്കും? മാക്സിമൽ ആയിരിക്കും. മാക്സിമൽ ഐഡിയൽ ആയതുകൊണ്ട് എന്ത് സംഭവിക്കാം? എഫ് ഓഫ് എക്സ് കോഷ്യന്റ് ഐഡിയൽ ജനറേറ്റഡ് ബൈ കേർണൽ ഫൈ ആൽഫ അല്ലെങ്കിൽ കേർണൽ എന്ന് പറയുന്നത് എക്സാക്ട്ലി ഐസോമോർഫിക് ടു എ ഫീൽഡ് ആയിരിക്കും അല്ലേ? ദാറ്റ് ഫീൽഡ് മസ്റ്റ് ബി എ സബ് ഫീൽഡ് ഓഫ് ഇ. ഓക്കെ, ദാറ്റ് ഫീൽഡ് എന്ന് പറയുന്നത് എക്സാക്ട്ലി ആരാ? ഫൈ ആൽഫ ഓഫ് ദ ഇമേജ് എഫ് ഓഫ് ക്ലോസ്ഡ് എക്സ് ആണ്. ദിസ് ഈസ് എ സബ് ഫീൽഡ് ഓഫ് ഇ. ഓക്കെ, അപ്പോൾ ഈ ഫീൽഡിന് ഒരു പ്രത്യേകത കൂടിയുണ്ട്. തന്നെ ഇവിടെ പറഞ്ഞിട്ടുള്ളത് നോക്കുക. ആൽഫ ഈസ് algebraic over f, then the kernel of phi alpha is irreducible alpha comma f, then irreducible phi alpha comma f is a maximal ideal of f of x, then f of x irreducible alpha comma f is a field and is isomorphic to the image phi alpha of f of x in E. This subfield phi alpha of f of x in E is the smallest subfield of E that containing f and alpha. Okay, and denoted by f of open alpha. So f of open alpha എന്താണെന്ന് മനസ്സിലാക്കുക. ഒരുപാട് സ്ഥലത്തിന് വരാൻ പോകുന്ന ആളാണ്. f of open alpha എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ the smallest field containing both f and alpha. Okay, f of closed open alpha എന്ന് പറഞ്ഞാൽ smallest field containing both f and alpha. Suppose alpha is transcendental over f, then by theorem നമുക്ക് അറിയാം phi alpha എന്ന് പറയുന്നത് 1 1 ആണെന്ന് അറിയാം അല്ലേ? 1 1 ആണെന്ന് മാത്രമല്ല phi alpha എന്ന് പറയുന്നതിന്റെ കറസ്പോണ്ടിങ് ഇമേജ് എന്ന് പറയുന്നത് എന്ത് കിട്ടും? ഒരു സബ് ഡൊമൈൻ ഓഫ് ഇ കിട്ടും അല്ലേ? ദാറ്റ് ഈസ് phi alpha of f of x എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താണ്? ഫീൽഡ് അല്ല, പക്ഷെ ഒരു ഇന്റഗ്രൽ ഡൊമൈൻ ആണ്. ആൻഡ് വി ഡിനോട്ടഡ് ബൈ f of closed alpha എന്ന് വെച്ചാൽ എന്താണ് ഇതിൽ ചെയ്തിട്ടുള്ളത്? നേരത്തെ എന്നുള്ള വ്യത്യാസം എന്താ? ഇവിടെ ആദ്യത്തെ ആളില് രണ്ടാമത്തെ ആള് ട്രാൻസെൻഡൽ ആവുമ്പോൾ എഫ് ഓഫ് ഓപ്പൺ ആൽഫയുടെ കറസ്പോണ്ടിങ് ഇമേജ് ആയിട്ടുള്ള കിട്ടുന്ന എന്ത് എഫ് ഓഫ് ക്ലോസ്ഡ് ആൽഫയാണ്. മാത്രമല്ല കേർണലിൽ 0 ആയതുകൊണ്ട് നമുക്ക് എന്ത് കിട്ടും? ബൈ തിയറം പ്രകാരം എന്തെങ്കിലും കിട്ടാൻ പോകുന്നത്? എഫ് ഓഫ് ക്ലോസ്ഡ് എക്സ് കോഷ്യന്റ് ഐഡിയ ജനറേറ്റഡ് ബൈ 0 ഈ ഐസോമോർഫിക് ടു ആരെന്നെയാണ്? ഇമേജ് അല്ലെ? ഇമേജ് എന്ന് പറഞ്ഞാൽ ആരാ? പക്ഷേ എഫ് ഓഫ് ക്ലോസ്ഡ് ആൽഫയാണ് അല്ലേ? ദാറ്റ് മീൻസ് എന്തായാലും ഇത് സബ് ഡൊമൈൻ ഇൻ ഇ ആണ്, സബ് ഫീൽഡ് ഓഫ് ഇ ആണ്. ഓക്കെ, സോ എഫ് ഓഫ് ക്ലോസ്ഡ് ആൽഫ എന്താണെന്ന് മനസ്സിലാക്കുക, എഫ് ഓഫ് ഓപ്പൺ ആൽഫ എന്താണെന്ന് മനസ്സിലാക്കുക. ഓക്കെ, ഇനി ഒന്ന് ആലോചിച്ച് നോക്കുക. എഫ് ഓഫ് ക്ലോസ്ഡ് ആൽഫ ആയിരിക്കും വലുത്, എഫ് ഓഫ് ഓപ്പൺ ആൽഫ ആയിരിക്കും വലുത്? ഒന്ന് ആലോചിച്ച് നോക്കുക. ഓക്കെ, എന്താണ് ഇതെന്ന് പറഞ്ഞ അർത്ഥം? ഇത് എഫ് ഓഫ് എക്സിന് പകരം എന്ത് റീപ്ലേസ് ചെയ്തിട്ടുള്ളതാണ്? ആൽഫ റീപ്ലേസ് ചെയ്തിട്ടുള്ളതാണ്. ഇതെന്താണ്? ഇവിടെ എഫിനെയും ആൽഫനെയും കണ്ടെയ്ൻ ചെയ്യുന്ന എന്താണിത്? സ്മോളസ്റ്റ് ഫീൽഡ് ആണ്. ഓക്കെ, ദാറ്റ് മീൻസ് ഓട്ടോമാറ്റിക്കലി എഫ് ഓഫ് ക്ലോസ്ഡ് ആൽഫയിലുള്ള എല്ലാ ആൾക്കാരും എവിടെ ഉണ്ടാവും? എഫ് ഓഫ് ഓപ്പൺ ആൽഫയിൽ ഉണ്ടാവും. സോ എഫ് ഓഫ് ക്ലോസ്ഡ് ആൽഫ ഇസ് എ സബ് ഡൊമൈൻ ഓഫ് ഓർ ഇറ്റ്സ് എ സബ് ഡൊമൈൻ ഓഫ് എഫ് ഓഫ് ആൽഫ ഓർ എഫ് ഓഫ് ക്ലോസ്ഡ് ആൽഫ ഇപ്പത്തെ കിട്ടിയ പ്രകാരം എന്തല്ല? ഈസ് നോട്ട് എ ഫീൽഡ്. ഓക്കെ, ഇയാളിനെ ഫീൽഡ് ആക്കി മാറ്റിയെടുത്താൽ കിട്ടാൻ പോകുന്ന ആളാണ് എഫ് ഓഫ് ഓപ്പൺ ആൽഫ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇങ്ങനെ എലമെന്റ്സിന്റെ കേസ് എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ √2 എടുത്തു. √2 ഓൾജിബ്രായിക് ആണ് അല്ലേ? √2 ഓൾജിബ്രായിക് ഓവർ ക്യൂ ആണ്. സോ φ2 ഓഫ് എന്ന് പറഞ്ഞ മാപ്പിംഗ് ക്യൂ ഓഫ് എക്സിൽ നിന്ന് എടുത്താൽ ആറിലോട്ട് എടുക്കുകയാണെങ്കിൽ
ഓക്കെ, നമുക്ക് കിട്ടാൻ പോകുന്ന ഇമേജ് എന്ന് പറയുന്നത് എക്സാക്ട്ലി ക്യൂ ഓഫ് ഓപ്പൺ റൂട്ട് 2 ആണ്. കാരണം റൂട്ട് ഓൾജിബ്രൈക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ദാറ്റ് മീൻസ് ഇതിനകത്ത് എലമെന്റ്സ് ഇരിക്കാൻ പോകുന്ന ഫോർമാറ്റ് എന്ന് പറയുന്നത് this is the smallest field containing both q and root 2. Okay.